ഫ്ലാഷ് ബാക്ക്. തിരുവനന്തപുരം ആര്യങ്കോട് കാപ്പ കേസ് പ്രതിക്ക് നേരെ പോലീസ് വെടിയുതിർത്തു. നേരം വെളുത്ത് ഇത്രയല്ലേ ആയുള്ളൂ. കാപ്പ കേസിലെ പ്രതി കൈരി കിരൺ പോലീസിനെ വാൾ കൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴാണ് SHO വെടിയുതിർത്തത്. എന്റെ അച്ഛനാ പറയുന്നത് കത്തി താഴെയിട. ശിവനേ കേരളത്തിലെ പിള്ളേരുടെ സ്വഭാവമൊക്കെ മാറിപ്പോയി ഒരുപാട്. നീ പറഞ്ഞ സത്യം, ഇവന്മാരൊക്കെ ക്രിമിനൽ മൈൻഡടാ. മോന്ത പിടിച്ചോ, എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. സരസീനവും ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. ജില്ലക്കിലോ കൊലയില്ലാത്ത കൊമ്പൻ. പേടിക്കണ്ട, വേണേ ഫ്രണ്ടിൽ നിന്നു. ഒരു സമൻസേ ഉള്ളൂ. മനുഷ്യന് വഴി കൂടെ നടക്കാൻ മേലുണ്ടായല്ലോ. കുടിക്കുക, തല്ലും പിടി ഉണ്ടാക്കുക. ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? ഒന്ന് ചെയ്യട്ടെ. ഇത്ര പേടിത്തൊണ്ടനാണോ നമ്പിയേട്ടൻ? മതിച്ചു വരുന്ന മതയാനയുടെ മുമ്പിൽ മസിൽ വരയ്ക്ക് കയറി നിൽക്കുന്ന ധീരതയല്ല, വിവരക്കേടാണ് കുട്ടി. ആ വിവരക്കേട്ടിൽ ഞാനില്ല. ഇത് ഒരു മാസം പോലീസിനും പട്ടാളത്തിനും ഞാനെന്നൊരു പേടി സ്വപ്നമാണ്. ഇങ്ങനെ ഒരു പരനാള് ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് കയറിപ്പോയി മാത്തച്ഛനോട് ഞാൻ മാപ്പി ചോദിക്കുന്നു. അപ്പോഴാണ് SHO ഈ സ്വയം രക്ഷക്കായി പോലീസ് ഈ SHO തസ്നീം വെടിയുതിർത്തത് എന്നാണ് പോലീസ് സംഘം പറയുന്നത്. പരിസരത്തേക്ക് വെടിയുതിർത്തപ്പോൾ തന്നെ ഈ പ്രതി സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇയാൾ അപ്രതീക്ഷിതമായ ഓടിക്കളഞ്ഞു. കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. എന്നാലും നിങ്ങൾ ഇത്രയും പേരുണ്ടായിട്ടും അവന് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ നാണക്കേടായി പോയി. കോളനിയിൽ കയറി അവനെ പൊക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചടങ്ങ്. കോളനി എന്നല്ല, അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നാണെങ്കിലും പൊക്കിയിരിക്കും. ഡിപ്പാർട്ട്മെന്റിനെ അപമാനിച്ചവരാണ്. പോലീസ് പുല്ലാണെന്ന് പറഞ്ഞാരാണ്. എടാ തെണ്ടി സുരേഷ്, ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ. ചെറിയ പുള്ളി അല്ലവൻ, പഠിച്ച കള്ളനാ. എന്താ ഇന്നലെ മിനിഞ്ഞാൻ ആരെല്ലായിട്ട് അടിയുണ്ട്? എന്താ ഇന്നലെ മിനിഞ്ഞാൻ ആരെല്ലായിട്ട് അടിയുണ്ട്? ആരോട് വലിപ്പോ പറഞ്ഞു, കാര്യം പറഞ്ഞു. എന്റെ പൊന്നു സാറേ, അല്പം ചട്ടം പിത്തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ആശാനെ ദൈവന്റെ ഡയലോഗ് കേട്ടിട്ടുണ്ടെങ്കിൽ മേലെ മുഴുവൻ ചൊറിഞ്ഞു കയറണ്ട. നീ കലിപ്പുണ്ടാക്കി. ഇവന്റെ ഒരു ഫോട്ടോങ്കിലും കണ്ടിരുന്നെങ്കിൽ ഞാൻ ലീവിലാന്ന് പറയായിരുന്നു. എന്തിനാ കലിപ്പുണ്ടാക്കി? കലിപ്പുണ്ടാക്കിയത് പൈസ ഒഴിച്ചോണ്ട് എന്തിനാ പൈസ വെച്ച് കലിപ്പുണ്ടാക്കി? വീട് ആനല്ല. അത് തന്നെ ബുദ്ധിമുട്ടും. നിന്നെ കെട്ടിയൊലിക്കാൻ പോലീസ് ജീപ്പിന് ശക്തിയുണ്ട്. എന്താ അതിനെന്താടാ? എന്നെ തേച്ചതാണല്ലേ? ഞാൻ എല്ലാരോടും ഇങ്ങനെയാടാ ബെൻസേ. ഇത് ജോർജ് നിനക്ക് വെച്ച കേണിയാടാ. കൊണ്ടുപോയി നീ ചീറ്റേ ഉള്ളു, കൊത്തത്തില്ല. പല്ല് പോയില്ലേ? ഇരടാ അവിടെ. അവന്റെ ആത്മവിശ്വാസം തർക്കമില്ല. ഇത് അടങ്ങി നീ അടങ്ങി നിന്നാ എന്നെ ഉപദ്രവിക്കത്തില്ല. അടങ്ങി നിന്നില്ലെങ്കിൽ നിന്നെ പിടിച്ചോണ്ട് പോകും. ഞാൻ ചിരിച്ചു പോയനെ. അടങ്ങി നീ അടങ്ങി നിന്നാ എന്നെ ഉപദ്രവിക്കത്തില്ല. അടങ്ങി നിന്നില്ലെങ്കിൽ നിന്നെ
പിടിച്ചോണ്ടു നാണമില്ലടാ നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വാടാ. എന്തു പറ്റി ധൈര്യം ചോർന്നു പോയോ? ഏയ് വല്ലതും ചോർന്നു പോയാ തടയാനൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയായിരുന്നു. എങ്ങനെയാണ് ക്രിമിനലിനെ കീഴ്പ്പെടുത്തിയത്? അതിസാഹസികമായ സംഘടനത്തിലൂടെ. ഇന്നലത്തെ അടിക്കാത്ത നീ ഉണ്ടായിരുന്നു. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. എനിക്ക് പറയാനുള്ളത് വളരെ നേരത്തെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, കേരളം ഒരു ഭ്രാന്താലയമാണ്.